അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA അഫ്ദലുൽ ഉലമ 6th സെമസ്റ്ററിൻ്റെ എക്സാം വരുന്ന മാർച്ച് അവസാനത്തിലും ഏപ്രിൽ തുടക്കത്തിലുമായി നടക്കുന്നതാണ്. ഇപ്പോഴത്തെ എക്സാമിൻ്റെ അക്കാദമിക് കലണ്ടർ അനുസരിച്ച് നടക്കാൻ കൂടുതൽ സാധ്യത ആ ഡേറ്റുകളിലാണ്. സെമസ്റ്റർ 1, 2, 3, 4, 5 സെമസ്റ്ററുകൾ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു. ഇതിൽ ഫെയിൽഡായവരുണ്ട്, വിജയിച്ചവരുണ്ട്, എക്സാം എഴുതാത്തവരുണ്ട്. അവർക്കൊക്കെ ഇനിയും അവസരങ്ങൾ വരാനിരിക്കുകയാണ്. നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം ഒരു ഡിഗ്രി പൂർത്തീകരിക്കുക എന്നത് ഒരു പഠിതാവിനെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസഘട്ടങ്ങളിൽ നിന്നും ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും നമ്മൾ എഴുതി തീർത്ത 5 സെമസ്റ്ററുകൾ, അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്കൊരുപാട് കഥകൾ പറയാനുണ്ടാകും. എക്സാമിന് പോയതും വന്നതും എഴുതിയതും മാർക്ക് ലഭിച്ചതും ലഭിക്കാത്തതുമൊക്കെ. അതൊക്കെ നമുക്ക് ഫലവത്താവണം, അതൊക്കെ നമുക്ക് ഉപകാരപ്പെടണം. അതോടുകൂടെ ഈ വരുന്ന 6th സെമസ്റ്റർ അത് നമുക്ക് വിജയകരമാക്കി മാറ്റുകയും ചെയ്യണം. നമ്മൾ ഇതുവരെ എഴുതിയ 5 സെമസ്റ്ററുകൾക്ക് വിപരീതമായി കൊണ്ട് തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഓരോ പഠിതാക്കളും ശ്രമിക്കണം. അതാണ് നമ്മൾ ഈ എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ വോയിസിൽ വന്നതിന് പ്രധാന ഒരു കാരണം 3 ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാനാണ്. എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ എന്തെല്ലാം വിഷയങ്ങളാണ് 6th സെമസ്റ്ററിൽ പഠിക്കുന്നത് എന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ എങ്ങനെ പഠിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എവിടെയാണ് പഠിക്കേണ്ടത്. 3 ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യലാണ്. എൻ്റെ വോയിസുകൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 6th സെമസ്റ്ററിൽ നമുക്ക് 6 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഇതുവരെയുള്ള ഓരോ സെമസ്റ്ററുകളിലും നമ്മൾക്ക് 5 ഉണ്ടായിരുന്നത് അല്ലേ, എന്നാൽ 5-ൽ നിന്ന് 6-ലേക്ക് മാറി. അതിൽ ഒന്നാമത്തെ ഒരു വിഷയം, അതായത് സിലബസിൻ്റെ ക്രമീകരണം അനുസരിച്ചോ അല്ലെങ്കിൽ ടൈം ടേബിളിൻ്റെ ക്രമീകരണം അനുസരിച്ചല്ല ഓരോ വിഷയങ്ങളെ ഞാനിവിടെ പറയുന്നത്. ഒന്നാമതായി നമുക്ക് പഠിക്കാനുള്ള ഒരു വിഷയം ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഓഫ് മോഡേൺ അറബിക് ലിറ്ററേച്ചർ. അതിൽ നമുക്ക് മക്കാലകൾ പഠിക്കാനുണ്ട്. അതുപോലെ പ്രഗത്ഭരായ എഴുത്തുകാർ മുഹമ്മദ് അബ്ദുവിനെ പോലത്തെ അവരുടെ കാലഘട്ടത്തിലും ആ കാലങ്ങളിലൊക്കെ നിലനിന്നിരുന്ന അല്ലെങ്കിൽ വലിയ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന നവോത്ഥാന നേതാക്കൾ മുസ്തഫ ലുത്ഫി അൽ മുൻഫലുത്തിയെ പോലത്തെ ആധുനിക കാലഘട്ടത്തേക്ക് ഒന്നും കൂടി കടന്നു വന്നാൽ ഉമർ അബൂരിഷയെ പോലെ, ഈലിയ അബുമാദിയെ പോലെ, ബദർ ഷാക്കിർ സിയാബിനെ പോലത്തെ വ്യക്തിത്വങ്ങളെയാണ് ഹിസ്റ്ററി ഓഫ് മോഡേൺ അറബിക് ലിറ്ററേച്ചറിൽ ചർച്ച വരുന്നത്. വളരെ രസകരമായി പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഷയമാണല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ നവോത്ഥാന നായകന്മാരും അവരുടെ സംഭാവനകളൊക്കെയാണ് അതിൽ ചർച്ച വരുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറിയാണ്. നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറിയിൽ നല്ല രസകരമായ കഥകൾ, അതുപോലെ നോവലുകൾ, അതാണ് ചർച്ച വരുന്നത്. അതിൽ നമ്മൾ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, അതായത് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കുന്നതിൽ നിന്ന്, അതായത് നമ്മൾ കോളേജിലേക്ക് സ്കൂളിലേക്ക് പഠിക്കുന്ന അവിടെ 2 പുസ്തകങ്ങളാണ് ഈ ഒരു നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന നമുക്ക് ലഭിക്കുന്ന സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് 2 പുസ്തകങ്ങളായി മാറുന്നത്. അതായത് ആയിദുൻ ഇലാ ഹൈഫ എന്ന ഒരു പുസ്തകവും മറ്റൊന്ന് ഫിൽ ഖിത്താർ എന്ന് പറയുന്ന 2 പുസ്തകങ്ങളാണ് ഈ നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറി. അതായത് ഹൈഫ എന്ന് പറയുന്നത് നോവലും ഖിത്താർ എന്ന് ഷോർട്ട് സ്റ്റോറിയുമാണ്. ഇതാണ് ഒരു സബ്ജക്റ്റായി മാറുന്നത്. ഇതാണ് രണ്ടാമത്തെ ഒരു വിഷയം. ആയിദുൻ ഇലാ ഹൈഫ എന്ന് പറയുന്നത് വസാൻ കനഫാനി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ എഴുതിയ നോവലാണ്. വളരെ രസകരം അത് വായിച്ചെടുക്കാൻ, അത് വായിക്കാനും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്യാന്ന് പറയുന്നത് വലിയ സന്തോഷകരമായ ഒന്നാണ്. മറ്റൊന്ന് അൽ ഖിത്താർ. ഖിത്താർ എഴുതിയത് മുഹമ്മദ് തൈമൂറാണ്. ഖിത്താർ നമുക്ക് ട്രെയിനാണല്ലോ, അപ്പോൾ ട്രെയിനിലൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രയെക്കുറിച്ച് അതിലുണ്ടായ അനുഭവങ്ങളും പിന്നീട് വ്യത്യസ്തമായ ഒരുപാട് രസകരമായ കഥകളൊക്കെയാണ് അതിൽ നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത്. പ്രശസ്ത എഴുത്തുകാരനായ ത്വഹ ഹുസൈൻ്റെ ഖദീജ എന്ന് പറയുന്ന ഒരു, അതുപോലെ മുസ്തഫ ലുത്ഫിയുടെ അൽ യതീം, പിന്നെ നജീബ് മഹ്ഫൂദിൻ്റെ അൽ ഹദയാൻ തുടങ്ങിയ നല്ല രസകരമായ കഥകളാണ്. അതൊക്കെ നമ്മളിങ്ങനെ കഥരൂപത്തിൽ വായിക്കുമ്പോൾ നമുക്ക് വലിയ മനസ്സിന് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും അറബി ഭാഷയിൽ നല്ലൊരു ടച്ചിങ് വരാനൊക്കെ നല്ല രസകരമായ സാഹിത്യങ്ങൾ നിറഞ്ഞ കഥയാണ് ഏതിലെ നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറിയിൽ നമ്മുടെ. അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറി. മൂന്നാമത്തെ ഒരു വിഷയം ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ അറബിക് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്.
അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 6th സെമസ്റ്ററിൽ നമുക്ക് എഴുതാൻ വളരെ സിമ്പിളായ ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ അറബിക്. ചില ആളുകൾക്ക് വേണമെങ്കിൽ അവിടെ ലിറ്റററി ക്രിറ്റിസിസം എന്നൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മൾ 5th സെമസ്റ്ററിൽ നമുക്കൊരു കോമൺ കോഴ്സ് ഉണ്ടായിരുന്നു. എന്നതുപോലെ 6ൽ നമുക്ക് വരുന്ന ഒന്നാണ് ഏത്, അവിടെ നമുക്ക് 2 വിഷയം എടുക്കാം. ഒന്ന് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ അറബിക് എന്ന വിഷയമോ, അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയാൻ നക്കതാണ്, നിരൂപണം, സാഹിത്യമാണ് വിഷയം. അപ്പോൾ സാഹിത്യം വലിയ പ്രയാസകരമായി തോന്നുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ അറബിക് എന്ന സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കാരണം അതിൽ ഇന്ത്യൻ ചരിത്രം നമുക്ക് വിശാലമായി പഠിക്കാം. ഇന്ത്യ ഭരിച്ച ഭരണാധികാരികളും സുൽത്താൻമാർ, അതുപോലെ മഹ്ദൂമികളെ കുറിച്ച്, മുഗൾ ഭരണാധികാരികളെ കുറിച്ച്, ഖാദി മുഹമ്മദിനെ കുറിച്ച്, അതുപോലെ അബുൽ ഹസൻ അലി നദ്വിയെ കുറിച്ച്, മുഹീദ്ദീൻ രചിച്ച ഖാദി മുഹമ്മദും ഫതുഹുൽ മുബീൻ രചിച്ച അൽ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസും, അതുപോലെ ചാലിയം കോട്ടയുദ്ധവും തുടങ്ങിയ അനവധി നല്ല രസകരമായ ചരിത്രങ്ങൾ, ഇന്ത്യയുടെ വിശാലമായ ചരിത്രം പഠിക്കൽ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതൊക്കെ ശരിക്കും വിശദീകരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ അറബിക് എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത്, 4ാമത്തെ സബ്ജക്റ്റ് നമ്മൾ പറയുന്നത് റിസർച്ച് മെത്തഡോളജിയാണ്. എന്താണ് റിസർച്ച്? റിസാല എന്നാണ് അതിൻ്റെ ടോപ്പിക്കിൽ തന്നെ നമ്മൾ പഠിക്കുന്നത്. മാഹുവ റിസാല, റിസാല എന്ന് പറഞ്ഞാൽ എന്ത്, മാഹിയ റിസാല എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ ലെക്ചർ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. എന്ന് പറഞ്ഞാൽ ഒരു പഠിതാവ്, ഒരു ഡിഗ്രി കഴിയുന്നവരോ അല്ലെങ്കിൽ PG കഴിയുന്നവരോ അവർ റിസർച്ച് ചെയ്ത് അവർ സമർപ്പിക്കുന്ന ഒരു രേഖ, അവർ പഠിച്ചതിൻ്റെ ഒരു രേഖയാണ്, അല്ലെങ്കിൽ അവർ റിസർച്ച് ചെയ്യുന്ന അനന്തരഫലമായി അവരുണ്ടാക്കുന്ന ഒരു റിസാല. അതിനേക്കാണ് റിസാല എന്ന് പറയുന്നത്. വിശാലമായ ചർച്ചയിലേക്ക് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ക്ലാസ്സിൽ ക്ഷണിക്കുന്നു. റിസർച്ച് മെത്തഡോളജി എന്താണ് വളരെ രസകരമായ രീതിയിൽ നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റിസർച്ച് മെത്തഡോളജിയാണ്. ഇത് 6 സബ്ജക്റ്റിൽ വരുമ്പോൾ 6 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. 6ൽ നമ്മൾ പറഞ്ഞു. അതിൽ 6ാമത്തെ സബ്ജക്റ്റായി ഒരു റിസർച്ച് മെത്തഡോളജിയാണ്. അതായത് നമുക്ക് റെഗുലറായി പഠിക്കുന്നവർക്ക് പ്രൊജക്റ്റ് ഉണ്ടാവും. ആ പ്രൊജക്റ്റിൻ്റെ പകരമായി നമുക്ക് ഡിസ്റ്റൻസ് വിഭാഗത്തിന് റിസർച്ച് മെത്തഡോളജിയാണ് അതിൻ്റെ പകരമായിട്ട് നമുക്ക് വരുന്നത്. അതാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന വിഷയം. മറ്റൊന്ന് മോഡേൺ പ്രോസ്, വളരെ രസകരമായ വിഷയമാണ്. മോഡേൺ പ്രോസ് നമ്മൾ അദബ് പഠിച്ചിരുന്നു അല്ലേ? അത് ഉസ്ലൂബുൽ അദബി, അതുപോലെ എന്താണ് അദബ്, സാഹിത്യം, അതിൻ്റെ അറബി ഭാഷയിൽ, അതുപോലെ തന്നെ അതിൽ വിവിധ കഥകളൊക്കെ പറയുന്നുണ്ട്. ബിന്തുൽ അറാം, അതുപോലെ നജ്മുക്കല്യവും തുടങ്ങിയ ഒരുപാട് കഥകളിൽ പറയുന്നുണ്ട്. മറ്റൊരു വിഷയം നമുക്ക് പറയുന്നത്, ഇപ്പോൾ നമ്മൾ 1ാമത്തെ വിഷയമായി നമ്മൾ പറഞ്ഞത് ഹിസ്റ്ററിയാണ്, 2ാമത്തെ നോവൽ ഷോർട്ട് സ്റ്റോറിയാണ്, 3ാമത്തെ വിഷയം പറഞ്ഞ ഇന്ത്യൻ റൈറ്റിംഗ് ആണ്, 4ാമത്തെ വിഷയം റിസർച്ച് മെത്തഡോളജിയാണ്, 5 മോഡേൺ പ്രോസ് ആണ്, 6ാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് മോഡേൺ പോയട്രിയാണ്. വളരെ രസകരമായ ഒരു സംഭവമാണ്. അബ്ബാസി കാലഘട്ടത്തിലെ കവിതകളും അതുപോലെ കവികളും കവിതകളും, അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഇതുവരെ ഒരു സെമസ്റ്ററിലും ചർച്ച ചെയ്യാത്ത പുതിയ തരം നമ്മളൊക്കെ പഠിക്കേണ്ടതായ ചില കവിതകളും, ഷിറുൽ ഹുർ, സ്വതന്ത്ര കവിത ഒക്കെ പറയുന്നത് പോലെ നല്ല നല്ല റൊമാൻറ്റിക് കവിതകളൊക്കെ വിശദീകരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മോഡേൺ അറബി പോയട്രി. അതുപോലെ തന്നെ ആ മോഡേൺ പോയട്രിയിൽ ഒരുപാട് കവിതകൾ അവസാനമായി പറയുന്നുണ്ട്. നമ്മൾ ഇന്നുവരെ കേൾക്കാത്ത സാഹിത്യകാരന്മാരും അവരുടെ കവിതകളും വളരെ രസകരമായി നമുക്ക് പഠിക്കാൻ പറ്റിയ ഒന്നാണ് 6ാമത്തെ വിഷയമായി പറയുന്ന മോഡേൺ പോയട്രി. അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളാണ് 6th സെമസ്റ്റർ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മോഡേൺ പ്രോസ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മോഡേൺ പ്രോസ് ആൻഡ് ഡ്രാമ എന്ന് പറയുന്നത്, അതിൽ ബസായിർ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ മോഡേൺ പോയട്രി എന്നതിൽ ഖയാൽ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. പക്ഷെ നമുക്ക് കാലിക്കറ്റിൻ്റെ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ കിട്ടും, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ആ പുസ്തകങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്ത സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു പുസ്തകം ബുക്ക് സ്റ്റാളിൽ പോയിട്ട് അവിടെ വാങ്ങുമ്പോഴൊക്കെ നമ്മൾ എന്തായിരിക്കും വാങ്ങുന്ന സമയത്ത് ഇത്തരം വ്യത്യസ്തമായ പുസ്തകങ്ങളായിരിക്കും ലഭിക്കുക. പിന്നെ അതുപോലെ നോവൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നോവലാകുമ്പോൾ ആയിദിൻ ഇല ഹൈഫ എന്ന് പറയുന്നതും, അതുപോലെ ഷോർട്ട് സ്റ്റോറി ആകുമ്പോൾ ഫിൽ ഖിത്താർ എന്ന് പറയുന്ന പുസ്തകങ്ങളാണ് നമുക്ക് ലഭിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഈ 6 സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2ാമത്തെ വിഷയം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് നമ്മൾ എങ്ങനെ പഠിക്കണം? നമ്മൾ ഇതുവരെ പഠിച്ചത് സെമസ്റ്റർ 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ പല ആളുകളും പല രൂപത്തിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ചില ആളുകൾ എക്സാമിൻ്റെ തലേ ദിവസം ക്വസ്റ്റ്യൻ ആൻസർ മാത്രം നോക്കി പോയവരുണ്ടാകാം, ചില ആളുകൾ നന്നായി പഠിച്ചവരുണ്ടാകാം, ചില ആളുകൾ പോയിന്റ്സുകൾ മാത്രം പഠിച്ചു പോകുന്നവരുണ്ടാകാം. പക്ഷേ അതിൽ ചില ആളുകൾക്ക് നമ്മൾ പറഞ്ഞൊരു ആൻസർ ഉണ്ട് ഇത്തരം ചോദ്യങ്ങൾക്ക്, ജസ്റ്റ് പാസ് മതി, എനിക്ക് പാസ്സായി മതി എന്നതാണ്. പക്ഷേ ഇത്തരം ആളുകളോട് എനിക്കൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്, ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങൾ ഡിഗ്രി പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തസ്തികയിലേക്ക് ഈ സർട്ടിഫിക്കറ്റുമായി പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ജസ്റ്റ് പാസ് എന്ന് നിങ്ങൾ മാറേണ്ടതുണ്ട്.
അതിന് ഈ 6 സെമസ്റ്ററിൽ നമ്മളത് മാറ്റി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ ഒരു സ്കൂളിലേക്ക്, ഒരു കോളേജിലേക്ക് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ അവിടെ വിവിധ ആളുകൾ ആ ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടാകും. അവർ അത് നിങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് പാസ്സാകുമ്പോൾ നമ്മൾ 6 സെമസ്റ്റർ കഴിഞ്ഞ് നമ്മുടെ മാർക്കുകളൊക്കെ അതിൻ്റെ ഗ്രേഡൊക്കെ കൂട്ടി അതിൻ്റെ ശതമാനം കൂട്ടിയുമ്പോൾ വളരെ കുറവേ ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിശാലമായി പഠിക്കണം, നന്നായി പഠിക്കണം, നന്നാക്കി എഴുതണം. അപ്പോൾ ഈ 1 മുതൽ 5 വരെയുള്ള സെമസ്റ്ററുകൾ എഴുതിയതോ അതോടെ ഇരിക്കട്ടെ, നമ്മൾ 6 എങ്കിലും നന്നാക്കി ഉഷാറാക്കാൻ വേണ്ടി നോക്കുക. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ജസ്റ്റ് പാസിൽ നിന്ന് മാറി, ആ ഒരു ചിന്തയിൽ നിന്ന് മാറി നന്നായി പഠിക്കുക, വിഷയങ്ങൾ ഉൾക്കൊള്ളുക, എങ്ങനെ എഴുതണം എന്ന് മനസ്സിലാക്കുക, പോയിന്റ്സുകൾ പഠിച്ച് മനസ്സിലാക്കുക. എല്ലാ വിഷയങ്ങളും നമ്മൾ ശരിക്കും പഠിക്കുക, ഒരു ആവർത്തി വായിച്ച് പോയിന്റ്സുകൾ മാത്രം പരീക്ഷയ്ക്ക് ആ സമയത്ത് പഠിച്ച്, അത് നമ്മൾ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്, അത് പഠിച്ച് സിമ്പിളായിട്ട് നമുക്ക് നല്ല മാർക്ക് ലഭിക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ 3ാമത്തെ ചോദ്യമായി വരുന്നത് എവിടെ പഠിക്കണം എന്നതാണ്. എവിടെ പഠിക്കുന്നത് നമ്മുടെ ചോയ്സാണ്. ഏത് അക്കാദമി തിരഞ്ഞെടുക്കണം, എവിടെ തിരഞ്ഞെടുക്കണം. പക്ഷേ എൻ്റെ സംസാരത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം അത് കിംസ് അക്കാദമിയാണ് എന്ന് ഞാൻ തീർത്തും പറയും. കാരണം കിംസ് അക്കാദമി വളരെ വ്യക്തമായി എല്ലാ വിഷയവും ചർച്ച ചെയ്ത് വളരെ വ്യക്തമായി ഒരു പഠിതാവിന് മനസ്സിലാകുന്ന രീതിയിൽ, എത്ര തിരിയാത്തവരാണെങ്കിലും മനസ്സിലാവാത്തവരാണെങ്കിലും അറബിയിൽ ഒരു ടച്ചിങ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവർക്കൊക്കെ അറിയുന്ന മനസ്സിലാകുന്ന രീതിയിൽ സരളവും സരസവുമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ക്ലാസ്സാണ് കിംസ് അക്കാദമിയുടെ ക്ലാസ്. 1. രണ്ടാമത്തത്, എല്ലാ വിഷയം നമ്മൾ പറയുന്നതോടുകൂടെ ഓരോ വിഷയം സ്വന്തമായി ഗ്രഹിച്ചെടുക്കാനുള്ള നല്ല ഒരു കഴിവ് ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കും. അതോടുകൂടെ ഇതൊക്കെ കഴിഞ്ഞാൽ ക്രാഷ് കോഴ്സ് ലഭിക്കുന്നതാണ്. ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഒരു പുസ്തകത്തിൽ നിന്ന് എന്തെല്ലാം പോയിന്റ്സുകളുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻ, ഒരുപാട് ആൻസറുകൾ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ടെക്സ്റ്റ് മെസ്സേജോടുകൂടെ വിവിധ അക്കാദമികൾ ഉണ്ടാകാം. പക്ഷേ കിംസ് അക്കാദമിയിലേക്ക് വേർതിരിക്കുന്നത് ക്രാഷ് കോഴ്സ് എന്നത് വലിയ സംഭവമാണ്. പഠിച്ചവരോടൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട സംഭവമാണ്. അത് കിംസ് അക്കാദമി 6 സെമസ്റ്ററിൽ മറ്റുള്ള സെമസ്റ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് തന്നെ നല്ല, അതായത് ആർക്കും തിരിയാവുന്ന രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻ, ഈ ക്രാഷ് കോഴ്സിൽ ഇരുന്നാൽ തന്നെ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, 100% വിജയിക്കാൻ സാധിക്കുമെന്നതാണ്. പക്ഷേ ക്ലാസ്സുകളെല്ലാം ശരിക്കും കേട്ട് മനസ്സിലാക്കി നല്ല ഉഷാറായി നിങ്ങൾക്ക് വ്യക്തമായി വിജയിക്കാനും സാധിക്കുന്നതാണ്. കഴിഞ്ഞ 6 സെമസ്റ്ററിലൊക്കെ എഴുതിയ ആളുകളൊക്കെ വിജയിച്ചിട്ടുണ്ട്, ഒരാളും പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം, ആളുകൾക്ക് നല്ല മാർക്ക്, ഒരു ആളുകൾക്കൊക്കെ A ഗ്രേഡ് ഒക്കെ ലഭിച്ചവരാണ്. പക്ഷെ നമുക്ക് മാർക്ക് എവിടെ കുറയുന്നു? നമ്മൾ ആ വിഷയത്തിൽ അത്ര ശ്രദ്ധ പുലർത്താതിരിക്കുമ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞു വരും. പക്ഷേ ആ വിഷയം നന്നായി പഠിക്കുക, ഉൾക്കൊള്ളുക, അതിനൊക്കെയുള്ള അവസരം നിങ്ങൾക്ക് കിംസ് അക്കാദമിയിലുണ്ട്. കിംസ് അക്കാദമി നിങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് തരുന്നൊരു വാക്കുണ്ട്, 100% വിജയം എന്ന് തീർത്തും പറയാൻ സാധിക്കുന്നു. കിംസ് അക്കാദമിക്ക് നിങ്ങൾക്ക് നൽകുന്ന വാക്കാണ്, 100% വിജയിക്കാൻ സാധിക്കും. എല്ലാ വിഷയത്തിലും ഷോർട്ട് നോട്ടുകൾ, ഏത് വിഷയം ക്ലാസ് എടുക്കുന്നുണ്ടോ നമ്മൾ പഠിക്കുന്ന എല്ലാ വിഷയത്തിലും ഷോർട്ട് നോട്ടുകൾ, അതിന് പുറമെ ക്രാഷ് കോഴ്സുകൾ, അതിന് പുറമെ മുൻകാല വർഷങ്ങളിൽ ആവർത്തിച്ച ചോദ്യങ്ങൾ അനലൈസിങ് ചെയ്യുന്നു, MCQയുടെ വിശാലമായ ചർച്ചകൾ, എല്ലാത്തിലേക്കും നിങ്ങൾ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.